ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ആദ്യം തന്നെ അഡ്വാൻസ് ഒരു ബലി പെരുന്നാൾ ആശംസകൾ ഞങ്ങൾ നേരെയാണ്. എൻ്റെ ഫാമിലിയുടെയും ബലി പെരുന്നാൾ ആശംസകൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, നമ്മുടെ എല്ലാ ആൾക്കാർക്കും നമ്മൾ നേരെയാണ്. അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇറച്ചി വാങ്ങാനും മുടി വെട്ടാനും ഡ്രസ്സ് എടുക്കാനൊക്കെയുള്ള തിരക്കിൽ തന്നെയാവും. നമ്മളും അങ്ങനെ തന്നെയാണ്, അതെ തിരക്കിലാണ്. അപ്പോൾ നാളെ അങ്ങനെ നമ്മുടെ പെരുന്നാൾ വരികയാണല്ലേ ചക്കരെ? യെസ്, നാളെ അങ്ങനെ നമ്മുടെ പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഗൾഫിലൊക്കെ ഇന്ന് പെരുന്നാളാണ്, അതല്ലേ? അപ്പോൾ എല്ലാവർക്കും, ഗൾഫിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഓൾറെഡി നമ്മൾ ആശംസകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒരു പ്രത്യേക ആശംസകൾ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് പോത്തങ്കോടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നത് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ് പോത്തങ്കോട് സ്റ്റുഡിയോയിൽ. അപ്പോൾ ചക്കരയ്ക്കൊരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. എനിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചക്കര പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത ഡ്രസ്സ് എടുത്തുന്നുണ്ട്. അപ്പോൾ ലനമോൾക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്ക് വരണില്ലേ വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, വേണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കാര്യമായിട്ടൊന്നും ഡ്രസ്സ് എടുക്കണം വിചാരിച്ചാണ്. അപ്പോൾ ചക്കരയ്ക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ല. ചക്കരൻ്റെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ പാലക്കാടാണ് ഉള്ളത്. അപ്പോൾ ചക്കരയ്ക്ക് ഉള്ളതൊക്കെ പാലക്കാടാണ് ഉള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞു ചക്കര, എന്നാൽ അവൾക്ക് ഡ്രസ്സ് എടുക്കുക, വൈറ്റ് ഡ്രസ്സ് വേണമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, സ്റ്റുഡിയോയ്ക്ക് വരാൻ വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടും നല്ല അടിപൊളി മെറ്റീരിയൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ചക്കരയ്ക്ക് മാത്രമേ എടുക്കണുള്ളൂ, നമുക്കൊന്നും എടുക്കണില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി മുടി വെട്ടാനൊക്കെ പോകാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ പണികളൊക്കെ തീർത്ത് വെച്ചാൽ ഫ്രീ ആവുമല്ലോ വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ കയറിയില്ല ചക്കരെ? ഓക്കെ, ഈ സംഭവം കയറി ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഓക്കെ, എന്നാൽ ഓക്കെ വെക്കാം. എനിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? എൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? ഡ്രസ്സ് ഉണ്ടോ? ഡ്രസ്സ് ഉണ്ടോ ചക്കര? അവൾക്ക് ഉണ്ടല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ ഇറങ്ങി ഡ്രസ്സ് എടുത്തിട്ട് വരാം ഗൈസ്. വായോ. എങ്ങനത്തെ ചക്കര നോക്കണത്? വൈറ്റ് എന്ന് എന്നോട് ആദ്യം പറഞ്ഞത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആളെ ട്രാക്ക് മാറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലനമോൾക്കുള്ള ഡ്രസ്സ് ബ്ലൂ കളറാണല്ലേ ലനമോളെ? അപ്പോൾ അതിനെന്താ വിചാരിക്കാണ്, ഉമ്മയും മോളും അതിന് മാച്ച് ആക്കാന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണല്ലേ? നിങ്ങളിത് ഉടായിപ്പാണ് കേട്ടോ, ഇത് നടക്കൂല. ദിസ് ഈസ് റോങ്. കണ്ണാടിയിൽ നോക്കിയിട്ട് കളിക്കാൻ നോക്കി. ആരാ ലനമോളേത്? അതാരാത്? കണ്ണാടിയിൽ ഇതിൽ നോക്കിയിട്ട് ഇവിടെ അവളോട് തന്നെ വർത്താനം പറയാണ്. ആരാത്? എന്നാ നോക്കിക്കോളൂ എങ്ങനത്തെ വേണ്ടെന്ന്. എന്താ പടച്ചോനെ ഇത്, ഇത്ര നീളമുള്ള മനുഷ്യനൊക്കെ ഉണ്ടാവും? വെസ്റ്റേൺ നോക്കണ്ടല്ലോ? അല്ല, വെസ്റ്റേൺ നോക്കണ്ടല്ലോ? നോക്കണ്ടോ? അബ്ബ ഇതൊക്കെ നോക്കിക്കോ. ഇങ്ങനെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ളത് കേട്ടോ. ഇങ്ങനെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഇവരൊക്കെ ഇനിയിപ്പോൾ ഇവരെ സമയത്തൊക്കെ നമ്മളെ പ്രായമൊക്കെ ആകുമ്പോൾ ഇവരൊക്കെ ഇനി വല്ല UK കാനഡയിലോ ഒക്കെ ആവും അല്ലേ? അവിടെയൊക്കെ വെൽ മോഡേൺ ഒക്കെ. അപ്പോൾ പറയും അവർ ഇപ്പോൾ കുട്ടി വലുതാകുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പറയാം, ഇതൊക്കെ എന്ത് ഡ്രസ്സായിരുന്നു അന്ന് അബ്ബായി അമ്മയൊക്കെ എടുത്തത് എന്ന് നോക്കിക്കോ. ഇതൊക്കെ കണ്ടമാനുണ്ട്. ഒന്ന് ഇതില്ലേ, അതൊരു എസ്തെറ്റിക്. ഇതൊന്ന് ഒരു കോൺട്രാസ്റ്റ് ടൈപ്പാണ്. ഏതാ പറ്റി? വൈറ്റ് രസമുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നിങ്ങളെ നേരെ വൈറ്റിലാവും എത്തുന്നത്. വൈറ്റ് രസമുണ്ട് എന്നാലേ. അപ്പോൾ ഗൈസ്, ഈ ഒരു ടോപ്പും എടുത്തു, പിന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു ഓഫ് വൈറ്റ് പാൻറ്റാണ് കേട്ടോ. അത് പാൻറ്റും എടുത്തു, പിന്നെ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഷർട്ടും എടുത്തില്ലേ ചക്കരെ? ആ ഷർട്ട് തിരികെ നോക്കട്ടെ. ഇങ്ങനെ കാണിക്കാനേ കുട്ടി തരുള്ളൂ. അപ്പോൾ ഈ ഒരു മോഡലിൽ പറഞ്ഞ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഷർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ചിരിക്കുകയാണ്. ആര് നോക്കി ചിരിക്കണുണ്ട് അറിയില്ല പടച്ചോനെ. ഓക്കെ, അപ്പോൾ ഇത് 3 ആയില്ലേ? ടോപ്പ്, പാൻറ്റ്, ഷർട്ട്. ഓക്കെ അല്ലേ? വേറെന്താ? മതി. മതി എന്നൊക്കെ ഒന്ന് കേട്ട് കിട്ടിയല്ലോ നിങ്ങളോടത്തൊന്ന്. ഇല്ല ചക്കരയ്ക്ക് എനിക്ക് അന്ന് പിന്നെ ഒന്നും ഡ്രസ്സൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് വിചാരിച്ചു, വല്ലാതെ എടുക്കാൻ നിൽക്കണ്ട, നമുക്ക് തീരുമ്പോൾ എടുക്കാമല്ലോ. ഒരു പരിപാടി വരികയല്ലേ, അപ്പോൾ എടുക്കാമല്ലോ. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, എന്നാലേ നമുക്ക് ഇന്ന് ബില്ല് ചെയ്താലോ? ഓക്കെ, ബില്ലായിട്ട് പോവാന്നാൽ. ഓക്കെ, എന്നാൽ പോരെ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് നമ്മളത് പോകാനിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ
ഓരോ ചായ ജ്യൂസോ കുടിക്കാമെന്ന് വിചാരിച്ചില്ല. ചക്കരയ്ക്ക് എന്താ പറഞ്ഞത്? ചക്കരയ്ക്ക് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ മതി പറഞ്ഞു. എനിക്ക് കോഫി മതി. കോഫി മതി ഗൈസ്, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ കോഫി പറഞ്ഞു, ചക്കരയ്ക്ക് മൊജിറ്റോ ആണോന്ന് പറഞ്ഞു. മൊജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കുട്ടിക്ക് എന്താ വേണ്ട? എൻ്റെ കുട്ടിക്ക് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു. എൻ്റെ കുട്ടി ബിസ്ക്കറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ, ബിസ്ക്കറ്റ് കിട്ടിയോ? എവിടെ ബിസ്ക്കറ്റ്? എവിടെ പപ്പ ബിസ്ക്കറ്റ് എന്നത്? എവിടെ ബിസ്ക്കറ്റ്? എവിടെ മോളെ? എവിടെ ബിസ്ക്കറ്റ്? ആ ബിസ്ക്കറ്റ് എവിടെ? എവിടെ ബിസ്ക്കറ്റ്? മക്കളെ മൊജിറ്റോ കിട്ടി. പക്ഷെ മൊജിറ്റോ കിട്ടിയപ്പോൾ ഒരു വലിയ രസം. ചക്കറിനെക്കാളും ഉണ്ട് മൊജിറ്റോ. ഇതിപ്പോൾ കുടിക്കണമെങ്കിൽ ഒരാളുകൂടി വേണ്ടി വരാ ഗ്ലാസ് പിടിച്ചെടുക്കാൻ. അവളെക്കാളും ഉണ്ട് അതിൻ്റെ വലിപ്പം ഗ്ലാസിൻ്റെ. കുടിച്ചോന്നാ? അതാ നെയ്യപ്പം. അത് ആദ്യം കുടിക്കുക, അത് കുടിക്കും. അതവിടെ ഇരുന്നോട്ടെ. ലെന മോളെ, ലെന ഡ്യോ, ഉമ്മാക്കേ മൊജിറ്റോ ആണെന്ന് പറഞ്ഞ് മൊജിറ്റോ വാങ്ങി. മൊജിറ്റോ വാങ്ങിയപ്പോൾ ഉമ്മാനേക്കാൾ ഉണ്ട് മൊജിറ്റോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു പരന്ന പ്ലേറ്റിൽ തരായിരുന്നു ചക്കര മൊജിറ്റോ. അതായത് പിടിക്കണുണ്ടത്. ഇത് നെയ്യപ്പതാ, അതിനെ ഞാൻ എടുക്കാം. കൊണ്ടാ തുറക്ക, ഡോറ് തുറക്ക്. ഇങ്ങ് വാ അല്ലേ മോള്, വാ വാ. മമ്മ അത് കുടിക്കട്ടെ, മോൾക്ക് വേറെ തരാപ്പ. ഇങ്ങ് വാ. ആ ആ അതെ അതെ അതെ. അയ്യോ, എന്താ വേണ്ടത്? എന്താ വേണ്ടത്? എന്താ എനിക്ക് വേണ്ടത്? ബിസ്ക്കറ്റ് തന്നത് എവിടെ? എവിടെ ബിസ്ക്കറ്റ്? എവിടെ ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടല്ലോ, അതെവിടെ? ആ ബിസ്ക്കറ്റ് എവിടെ? ബിസ്ക്കറ്റ് കളഞ്ഞോ? മമ്മ എവിടെ? മമ്മ, പപ്പ. ബ്രൂ 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 ബ്രൂ. എങ്ങനെയുണ്ട് ചക്കര? രസമുണ്ടോ? ഓക്കേ, കുടിച്ചോ കുടിച്ചോ. എനിക്കുള്ള കോഫി ഇപ്പം എത്തും ഗൈസ്. സമൂസ ഉണ്ട്. ചക്കര ഇത് വേണോ? കുഞ്ഞിപ്പത്തിരി വേണോ? കുഞ്ഞിപ്പത്തിരി വേണോ? വേണോ വേണോ? എന്നാ ആ നെയ്യപ്പം കഴിച്ചോ. അപ്പോൾ എനിക്കുള്ള കോഫിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയത്ത് എനിക്ക് ചായയോ കോഫിയോ കിട്ടാത്തതിന് എനിക്ക് പറ്റത്തുള്ളൂ ഗൈസ്. അതായത് ഞാനൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. ചക്കര കോഫി വേണോ? വേണ്ട? ആ, ചക്കരക്ക് വേണ്ടായിരുന്നു. എന്നാൽ കോഫി കുടിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇന്നലെ പിന്നെ രാത്രി എത്തിയിൽ കുറച്ച് വൈകിപ്പോയി. പിന്നെ വന്നിട്ട് മുടിവെട്ടം പോലും കാര്യങ്ങളൊന്നും നടന്നില്ല, സെലൂണിൽ പോലും നടന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് പോയി മുടിയൊക്കെ വെട്ടാണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വാപ്പാരെ ഫോണിൽ കോളും. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് അങ്ങനെ പെരുന്നാൾ വരികയാണ്. അപ്പോൾ പെരുന്നാൾ ആയിട്ട് ഫാമിലിയുടെ കൂടെയുള്ള പെരുന്നാൾ വിശേഷമൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും.